ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. ഈ മാസം 11-ാം തീയതി എൻ്റെ ചേട്ടൻ്റെ മോളുടെ പിറന്നാളായിരുന്നേ. അന്ന് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആട്ടോ ഇത്. കുറച്ച് ദിവസം വൈകിയാണെങ്കിലും ഞാൻ ഇത് ഇടുന്നുണ്ടേ. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ചേട്ടനും വൈഫും കൂടി ആട്ടോ റൈസും ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുന്നത്. ചേട്ടനും അനിയത്തും കൂടി ഹോളിലിരുന്ന് TV കാണുവാണ്. ഞാനൊന്ന് ചുമ്മാ ഇങ്ങോട്ട് വന്നപ്പോൾ നന്നൂസിനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ചിരി ചിരിച്ചിട്ടോ. ദേവൂട്ടിനോട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് കാണിച്ച് എന്നെ ഒന്ന് കളിയാക്കിയതാട്ടോ. അങ്ങനെ ചിക്കൻ കറിയും റൈസൊക്കെ ഏകദേശം അങ്ങനെ റെഡിയായി. ഞങ്ങൾ ഇതിൻ്റെ ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കിടക്കുവാണ്. ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷൻ ഒരു കുട്ടി സെലിബ്രേഷനാണ്. അങ്ങനെ ഒരുപാട് ആളുകളെയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. വീട്ടിലുള്ള കുറച്ച് പേരൊക്കെ കൂടിയാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. ദിവസമാണെങ്കിൽ ഇങ്ങനത്തെ ഈ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാമന് സഹായിക്കാനായിട്ട് ആദൂസാണ് കേട്ടോ കൂടുള്ളത്. ദേവൂട്ടിനെയും നന്നൂസിനെയും ഞങ്ങൾ ഉറക്കിക്കെടുത്തിട്ടാ. കാരണം രണ്ടാളുണ്ടെങ്കിൽ ഒന്നും ഇവിടെ നടക്കില്ല, ഭയങ്കര ബഹളമായിരിക്കും. ബർത്ത്ഡേ ഫംഗ്ഷൻസിന്റെ പരിപാടിയൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ നടന്നോണ്ടിരിക്കണേന്ന്. ഇപ്പുണ്ട് അപ്പൊ ഉറക്കത്തിന് എനിക്കൊന്ന് ഒരുക്കാൻ വേണ്ടി ഇരിക്കണേന്ന്. സോറി, ഇവിടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കണേന്ന്. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമോ? ഞങ്ങൾ മീഷോന്ന് വാങ്ങിച്ചാണ്. അധികം പ്രൈസ് ഒന്നും ഇല്ല, 170 rupees ഉള്ളൂ. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അമ്മയുടെ വക സേമിയ പായസം കേട്ടോ. അങ്ങനെ അമ്മ ഇത് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ചുമ്മാ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഡെക്കറേഷൻ പരിപാടി ഏകദേശം ഇവിടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. നന്നൂസിന് ഈ കാർട്ടൂൺ കഥാപാത്രത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയപ്പോൾ ആ ദിവസം ഫസ്റ്റ് എടുത്ത് കഴിക്കുവാണ്. കഴിച്ചിട്ടിങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. 7 മണിയൊക്കെ ആകുമ്പോൾ കേക്ക് മുറിക്കാന്നാട്ടോ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നന്നൂസിനെ അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നന്നൂസിനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ചെറുതായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞങ്ങൾ വേഗം എല്ലാവരും റെഡി ആയത്. ചേട്ടനാണെങ്കിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് ഏതോ ഒരു സ്ഥലം മനസ്സിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ചേട്ടൻ മനസ്സിൽ കണ്ട സ്ഥലം ഇതാണ്. ഇത് മുണ്ടവേലി സൈഡിലാട്ടോ ഞങ്ങൾ വന്നത്. ഈ ഒരു സ്ഥലത്ത് ഞാൻ മുന്നേ ഒരിക്കൽ വന്നിട്ടുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. ഞാനും ആദൂസും ഏട്ടനും കൂടി ആട്ടോ വന്നത്. അന്ന് ആദൂസ് കുഞ്ഞായിരുന്നേ. ഈ ഒരു സ്ഥലം കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. ഞങ്ങൾ അന്നും വന്നത് ഈ ഒരു സമയത്തായത് കാരണം എനിക്ക് അത്രക്ക് പിടികിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നന്നൂസിന് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ആള് പറയുന്നത് പോലെ പോസ് ചെയ്യും. പക്ഷെ ഇന്നിവിടെ വന്നിട്ട് ഒട്ടും നിന്നിരുന്നുണ്ടായിരുന്നില്ലേ, ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഷ്ടപ്പെട്ടെങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരികെ വീട്ടിൽ പോവാണേ. ഞങ്ങളെ കൊണ്ട് ഇറക്കിയ ശേഷം ചേട്ടൻ എനിക്ക് കേക്ക് വാങ്ങി വരാനുള്ള കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പോയപ്പോൾ ദേവൂട്ടൻ നല്ല ഉറക്കായിരുന്നു കേട്ടോ. അത് കാരണം അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ലേ. തിരികെ എത്തി ദേവൂട്ടിനെ എണീറ്റ് കുളിച്ച് റെഡിയാക്കി നിർത്തിയപ്പോൾ കേക്ക് കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി കേക്ക് കിട്ടാൻ പോവാണ്. ചേട്ടനാണെങ്കിൽ അനിയത്തിക്കുട്ടി നന്നായി ഒരുങ്ങി കണ്ടപ്പോൾ വല്ലാത്തൊരു നാണോട്ടാ. എന്തോ ഒരു ചമ്മിയ മട്ടിങ്ങനെ അവിടെ നിൽക്കുവാണ് കേട്ടോ. എൻ്റെ അച്ഛൻ, പിന്നെ ആദൂസ്, ചേട്ടൻ്റെ വൈഫ്, ഇത് അമ്മ, പിന്നെ അമ്മയുടെ ചേച്ചി ആട്ടോ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ചുറ്റും ഇവിടെ നിൽപ്പുണ്ട്. ആങ്ങളെയും ഭാര്യയും പിന്നെ മോളും വരാനുണ്ട് കേട്ടോ. ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുന്നില്ലേ. ഇനി വെയിറ്റ് ചെയ്ത് നിന്നാൽ രണ്ടാളും കൂടെ തന്നെ വേണമെങ്കിൽ കേക്ക് കട്ട് ചെയ്യട്ടോ. ആ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 3ാമത്തെ പിറന്നാളിൻ്റെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കേക്ക് കട്ട് ചെയ്യുവാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് പകുതി ആയപ്പോൾ തന്നെ മാമനും അമ്മായിയും മോളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ കേട്ടോ അവരെത്തിയത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാട്ടോ. എന്നാലും മാമൻ്റെ മോള് വന്നപ്പോൾ അവളുടെ വക കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവൾ അങ്ങനെ പിടിച്ചു നിർത്തുമായിരുന്നു കേട്ടോ. അവളുടെ അടുത്ത് ഒരു കുഴപ്പമില്ലാതെ നിന്ന് കൊടുത്തായിരുന്നേ. ഈ ഒരു ടൈമിൽ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആദൂസ് നന്നൂസിന് ഗിഫ്റ്റ് എടുക്കുവാണ്. ഇന്നത്തെ ഒരു കുട്ടി ബർത്ത്ഡേ വ്ലോഗ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നേ. ഇനി പുതിയൊരു വീഡിയോ പിന്നെ കാണുന്നവർ ടാറ്റ ബൈ, സീ യു.